ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ലഡു ഉണ്ടാക്കിയാലോ. സാധാരണ ലഡു അല്ല കേട്ടോ, ഇതൊരു അടിപൊളി ലഡു ആണ്. അതായത് നമ്മൾ സാധാരണ നെയ്യിൽ ബൂന്തിയൊക്കെ പൊടിച്ചിട്ട് മിക്സിയിലടിച്ച് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ ഇത് അധികം നെയ്യൊന്നും ഉപയോഗിക്കാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാൻ 2 കപ്പ് കടലമാവിന് 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് ലൂസാക്കി എടുത്തത്. നമ്മൾ ദോശമാവിൻ്റെ ഒരു ലെവലാണ് ഇത് ലൂസാക്കി എടുക്കേണ്ടത്. ഇത് നന്നായിട്ട് ഒരുപാട് നേരം മിക്സാക്കിയിട്ടാണ് ഞാനിത് കട്ടയില്ലാതെ ഈ മാവ് തയ്യാറാക്കിയെടുത്തത്. അധികം ഓയിലൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് അടിപൊളി ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീലിൻ്റെ തട്ട്, എന്തെങ്കിലും കേക്കിൻ്റെ പാത്രമോ, അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഗീ തടവിയിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ കടലമാവിൻ്റെ കൂട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പ് ചൂടാക്കിയിട്ട് വെള്ളം വെച്ച് ചൂടാക്കി അതിലേക്ക് ഈ തട്ട് വെച്ചിട്ട് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ലഡു. ഞാനൊരു 3-4 കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വല്ലപ്പോഴാണേ. അപ്പോൾ 10 മിനിറ്റ് ഞാൻ ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവിയിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുക. പിന്നെ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മൾ ഗീ പരട്ടിക്കല്ല, അതുകൊണ്ട് തന്നെ വിട്ട് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. വേഗം തന്നെ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, ഒരുപാട് നേരം മിക്സിയിലിട്ട് കറക്കണ്ടില്ല. അപ്പോൾ ഇത് 2 ട്രിപ്പാക്കിയിട്ട് ഞാനിത് പൊടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 6 kg ആണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കടലമാവില്ല അതിട്ട് കൊടുക്കുക. എന്നിട്ട് കടലമാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക. ഒരു 10 മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് പറയില്ല, അങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് കരിഞ്ഞു പോകാണ്ട് കൈവിടാതെ ഇളക്കിയിട്ട് ഇത് നമ്മൾ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ, ഇതേ നോൺ സ്റ്റിക്ക് പാത്രമില്ലേ, ഇത് പാത്രമായാലും മതിയാ, അതിലേക്ക് നമ്മൾ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 2 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. പിന്നെ മധുരം കുറവ് മതിയാണെങ്കിൽ 1.5 കപ്പെല്ലാം മതി. ഇനി 2 കപ്പ് പഞ്ചസാരയിലേക്ക് 1.25 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. പഞ്ചസാര ലായനി തയ്യാറാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നാലേ കാണാൻ ഒരു മൊഞ്ചുണ്ടാവും. അപ്പോൾ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏലക്കാപ്പൊടിയില്ല, അതും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഒരു നൂൽ പരുവെന്ന് അറിയില്ലേ, അതാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. ഒരു 4-5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു നൂൽ പരുവാവും. അപ്പോൾ നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടലമാവില്ലേ, ആ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ലഡു ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുറച്ചുകൂടെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നല്ല രസമാണല്ലോ, നമ്മൾ വേറെ അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് ഗീയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. കാണാൻ ഭംഗിക്കും പിന്നെ ലഡുവിലിടക്ക് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ കറുത്ത മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നല്ലോണം റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി എടുക്കണം. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പണി. അപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഓയിൽ എന്തായാലും ആവുന്നില്ല, പിന്നെ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലഡു ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ പോരെ, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു രസം. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.
ഓക്കെ ബായ് പറ. ഓക്കെ ബൈ.